ബി.ജെ.പിക്ക് വേരോട്ടമുള്ള നിയമസഭാ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. കഴിഞ്ഞ 3 തവണയായി ബി.ജെ.പി അവിടെ 2ാം സ്ഥാനത്ത് വരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വലിയ ലീഡാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബി.ജെ.പി മുന്നിട്ട് നിന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലീഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ലെങ്കിലും വട്ടിയൂർക്കാവിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വട്ടിയൂർക്കാവ് പിടിക്കാൻ ബി.ജെ.പി ഇത്തവണ നിയോഗിക്കാൻ പോകുന്നത് റിട്ടയർഡ് IPS ആർ ശ്രീലേഖയെയാണ്. ശ്രീലേഖയെ തിരുവനന്തപുരം മേയറാക്കും എന്നായിരുന്നു ശ്രീലേഖ കരുതിയിരുന്നത്. രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രവും അതിനുവേണ്ടി കരുക്കൾ നീക്കുകയും ചെയ്തു. എന്നാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഇടപെട്ട് അവർ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ VV രാജേഷിനെ മേയറാക്കി. RSS നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് നേടിയാണ് VV രാജേഷ് മേയറായി മാറിയത്. ഇതോടെ ശ്രീലേഖ ആകെ മൊത്തം ഡള്ളായി മാറി. ശ്രീലേഖയുടെ അതിനുശേഷമുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. മാധ്യമങ്ങളോട് അധികം സംസാരിക്കാനൊന്നും അവർ തയ്യാറായില്ല. മുതിർന്ന ബി.ജെ.പി നേതാക്കളായ എസ് സുരേഷും കരമന ജയനും ശ്രീലേഖയെ വീട്ടിൽ പോയി കാണുകയും മേയറാക്കുന്നതിന് പകരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഓഫർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി വട്ടിയൂർക്കാവ് ക്ലാസിക് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങും എന്നുള്ളത് ഉറപ്പായി. വട്ടിയൂർക്കാവ് കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കെ മുരളീധരൻ മുമ്പ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. കെ മുരളീധരൻ MP ആയി പോയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വിജയിച്ചു. മേയർ VK പ്രശാന്ത് വിജയിച്ചു. പിന്നീട് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലം ആർക്കും വിട്ടു നൽകിയിട്ടില്ല. ഇക്കുറി കെ മുരളീധരനും VK പ്രശാന്തും ആർ ശ്രീലേഖയും വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന ശക്തമായ സൂചനയാണ് ലഭിക്കുന്നത്. ആർ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം മേയർ സ്ഥാനം ലഭിക്കാത്തത് അവർക്ക് തിരിച്ചടിയാണ്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലുതായിട്ട് പ്രതികരണത്തിനൊന്നും അവർ ഒരുങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ ശ്രീലേഖയെ അനുനയിപ്പിച്ച് കൂടെ നിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയ്ക്ക് മേയർ പദവി വാഗ്ദാനം ചെയ്തിരുന്നു എന്നത് സത്യം. അതിനനുസരിച്ച് ശ്രീലേഖ മേയറാകാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. എന്നാൽ മറുവശത്ത് രാജേഷിനെ മേയറാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ആ തന്ത്രങ്ങൾക്ക് മുമ്പിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രം പിഴച്ചു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബലം വെച്ച് താൻ പറയുന്ന ആളെ മേയറാക്കാൻ കഴിയും എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിലയിരുത്തൽ. എന്നാൽ അവസാന നിമിഷത്തിൽ രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ സ്വാധീനം വി മുരളീധരനും കെ സുരേന്ദ്രനും നേടിയെടുത്തു. അവരുടെ വലങ്കൈയായ VV രാജേഷിനെ മേയറാക്കി അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കി. RSS നേതൃത്വവും VV രാജേഷിന് അനുകൂലമായി നിന്നതോടെ ശ്രീലേഖയിൽ നിന്ന് മേയർ പദവി തട്ടിത്തെറിപ്പിക്കുക ആയിരുന്നു. അതിനു പകരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാം എന്നാണ് BJP നേതാക്കൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വട്ടിയൂർക്കാവ് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. BJP പലതവണ ജയിക്കുമെന്ന് കരുതിയ മണ്ഡലം. പക്ഷേ 2ാം സ്ഥാനത്തേക്ക് പോകാനായിരുന്നു അവരുടെ വിധി. ഇത്തവണ മുമ്പത്തെ പോലെയുള്ള പോരാട്ടമല്ല വട്ടിയൂർക്കാവ് നടക്കുന്നത്. ആർ ശ്രീലേഖയും കെ മുരളീധരനും VK പ്രശാന്തും ചേർന്ന് ഒരു ത്രികോണ പോരാട്ടം തന്നെ വട്ടിയൂർക്കാവ് നടത്തും. മുരളീധരന് സ്വാധീനമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. NSS വോട്ടുകൾക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലമായിട്ടും ഈഴവ സമുദായത്തിൽപ്പെട്ട VK പ്രശാന്ത് ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമഹിമ കൊണ്ട് മാത്രമാണ്. ഇത്തവണ കെ മുരളീധരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മുരളീധരനിലൂടെ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. ആർ ശ്രീലേഖയെ പോലെയുള്ള വ്യക്തിത്വത്തെ, ഗ്ലാമർ താരത്തെ ഇറക്കി വട്ടിയൂർക്കാവ് പിടിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നു. അതേസമയം VK പ്രശാന്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസം VK പ്രശാന്തിനുണ്ട്. വട്ടിയൂർക്കാവിൻ്റെ മുക്കിനും മൂലയിലും VK പ്രശാന്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് വിട്ടൊരു കളിയില്ല. എന്തായാലും 3 ശക്തി ദുർഗങ്ങളാണ് വട്ടിയൂർക്കാവ് മത്സരിക്കാൻ എത്തുന്നത്: ശ്രീലേഖ, മുരളീധരൻ, VK പ്രശാന്ത്.
നിലവിലെ MLA ആയ BK പ്രശാന്തിനെ ആര് അട്ടിമറിക്കും? ശ്രീലേഖയാകുമോ, മുരളീധരനാകുമോ? ഇതാണ് ഇനി കണ്ടറിയേണ്ടത്.